പ്രവാസ ലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മനുഷ്യൻ മനുഷ്യനെ അടിമയാക്കുന്നതിനെതിരെ ശക്തമായി പ്രതികരിച്ച ഒരു മതമാണ് ഇസ്ലാം. എന്നാൽ ഇസ്ലാമിക രാജ്യങ്ങളിലേക്ക് തൊഴിൽ തേടി പോകുന്ന നമ്മുടെ മലയാളികൾക്ക് മുതലാളിമാരുടെ സ്പോൺസർഷിപ്പ് എന്ന വ്യവസ്ഥയിൽ അനുഭവിക്കേണ്ടി വരുന്ന പീഡനങ്ങൾ ദുസ്സഹനീയമാണ്. സ്പോൺസർഷിപ്പ് എന്ന ഈ കഫാല സിസ്റ്റത്തിന് ഒരു അറുതി വന്നാൽ മാത്രമേ നമ്മുടെ മലയാളികൾക്കും അതുപോലെ തന്നെ അവരവരുടെ നാടുകൾ വിട്ട് ദൂരദേശങ്ങളിൽ ജോലി ചെയ്യാനെത്തുന്ന പ്രവാസികൾക്കും ഒരു മോചനം ലഭിക്കുകയുള്ളൂ. ഈ ഓർമ്മപ്പെടുത്തലോടുകൂടി UAE എക്സ്ചേഞ്ച് പ്രവാസ ലോകത്തിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ മാന്യ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. ബ്ലഡ് ക്യാൻസർ രോഗിയായ മകനെ ചികിത്സിക്കാൻ പ്രവാസിയായ പിതാവിന്റെ നെട്ടോട്ടം. 7 ലക്ഷം രൂപയിലധികം ചെലവ് വരുന്ന മെഡിക്കൽ പരിചരണം മുറ പോലെ ചെയ്താൽ മാത്രമേ മകന്റെ ജീവൻ രക്ഷിക്കാൻ പറ്റൂവെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ഇതെങ്ങനെ കണ്ടെത്തും എന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് അബഹ ദനൂബയിൽ ബൂഫിയ ജീവനക്കാരനായ ഷറഫുദ്ദീൻ. മലപ്പുറം വെളിമുക്ക് സ്വദേശിയായ പാറായി കോഴി പറമ്പത്ത് കനീരത്തിൽ ഷറഫുദ്ദീൻ മകന്റെ ചികിത്സാർത്ഥം നാട്ടിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ മൂത്ത മകനും വെളിമുക്ക് GMLP സ്കൂളിലെ 5ാം തരം വിദ്യാർത്ഥിയുമായ മുഹമ്മദ് സഹലിനും ഏറെ സങ്കീർണമായ രക്താർബുദമാണെന്ന് കോഴിക്കോട് മിംസ് ആശുപത്രിയിലെ പരിശോധനയിൽ നിന്നാണ് കണ്ടെത്തിയത്. 3 വർഷം തുടർച്ചയായി കീമോതെറാപ്പി നൽകിയാൽ അസുഖം ഭേദമാകുമെന്ന് ഡോക്ടർമാർ ഉറപ്പു നൽകിയിട്ടുണ്ട്. ഇതിന് 7 ലക്ഷം രൂപയിലധികം ചെലവ് വരുമെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. എന്നാൽ ഭീമമായ ഈ പണം എങ്ങനെ സ്വരൂപിക്കുമെന്ന ആശങ്കയിലാണ് ഷറഫുദ്ദീൻ. നേരിട്ട് സഹായിക്കാൻ താൽപര്യമുള്ളവർ ഷറഫുദ്ദീൻ PK SBT കോഴിക്കോട് യൂണിവേഴ്സിറ്റി ബ്രാഞ്ചിലെ അക്കൌണ്ട് നമ്പറായ 6705697659 ഒരിക്കൽ കൂടി പറയാം 6705697659 എന്ന പേരിലോ ഹനീഫ ദമാം 0509560740 അഷ്റഫ് ജുബൈൽ 055419893 എന്നീ നമ്പറുമായോ ബന്ധപ്പെടേണ്ടതാണ്. കേരള കലാകേന്ദ്രം തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച അന്തർദേശീയ വനിതാ ദിനാഘോഷത്തിൽ വിവിധ മേഖലയിലെ പ്രമുഖരായ വനിതകളെ ആദരിക്കുന്നതിനായി കേരള കലാകേന്ദ്രം ഏർപ്പെടുത്തിയ ശ്രീരത്ന പുരസ്കാരങ്ങൾ പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവ് ശ്രീ TKA നായർ സമ്മാനിച്ചു. RCC അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ P. കുസുമകുമാരി, ബഹാമ സ്മാർട്ട് എഞ്ചിനീയറിംഗ് ഡിസൈൻ സൊല്യൂഷൻസ് ഡയറക്ടർ ആലിസ് പ്രിൻസ്, ബാംഗ്ലൂർ അദ്വൈത് ഫൌണ്ടേഷൻ ചെയർപേഴ്സൺ കുമാരി ഷിബുലാൽ, ചെന്നൈ ഫോർ ഫ്രെയിം സൌണ്ട് കമ്പനി മാനേജിംഗ് ഡയറക്ടറും ചലച്ചിത്ര നടിയുമായ ലിസി പ്രിയദർശൻ എന്നിവർക്ക് ശ്രീരത്ന അവാർഡുകളും സമ്മാനിച്ചു. ഏകമകനെ നല്ല രീതിയിൽ പഠിപ്പിച്ച് ഒരു നല്ല നിലയിലാക്കാൻ ഏതമ്മയും ആഗ്രഹിക്കുന്നത് പോലെ തന്നെയാണ് ലക്ഷ്മിയും ആഗ്രഹിച്ചത്. അതിനായി ലക്ഷ്മി 10 വർഷങ്ങൾക്ക് മുമ്പ് ഷാർജയിലെ വീട്ടിലേക്ക് വീട്ടുജോലിക്കായി പോവുകയും ചെയ്തു. കുറ്റ്യാടി സ്വദേശിയായ ലക്ഷ്മി ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. ലക്ഷ്മിയുടെ തിരിച്ചുവരവിന് വേണ്ടിയിട്ടാണ് ലക്ഷ്മിയുടെ ഏക മകനായ മനീഷ് ഇന്ന് പ്രവാസ ലോകത്തിലെത്തിയിരിക്കുന്നത്. മനീഷിന്റെ ഇന്നത്തെ ഏറ്റവും വലിയ സ്വപ്നം എന്നുള്ളത് ലക്ഷ്മി തിരിച്ചുവരിക എന്നത് മാത്രമാണ്. മനീഷിനോടൊപ്പം മനീഷിനെ താങ്ങായി നിൽക്കാൻ ലക്ഷ്മിയുടെ അമ്മയും ലക്ഷ്മിയുടെ ജ്യേഷ്ഠന്റെ ഭാര്യയും ഇന്ന് പ്രവാസ ലോകത്തിലെത്തിയിട്ടുണ്ട്. മനീഷിനോട് ചോദിക്കാം, മനീഷിന് അമ്മയോട് എന്താണ് പറയാനുള്ളതും അമ്മയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന്. ലക്ഷ്മിക്ക് ഭർത്താവില്ല, അച്ഛല്ല? എനിക്ക് ഇല്ല. അച്ഛൻ വേറെ കല്യാണം കഴിച്ചു. അമ്മയെ ഒഴിവാക്കിയിട്ട്. കാരണം എന്താ? കാരണം അറിയില്ല. എനിക്കറിയില്ല. അമ്മക്കറിയാമല്ലോ അല്ലെ? അവിടെ പോയില്ല. എന്താന്ന് വെച്ചാൽ അവൻ എല്ലാ വേദിയും ചെയ്യും. അപ്പം പോയില്ല. പിന്നെ അവൻ ഇപ്പൊ കല്യാണം കഴിച്ച 2 കുട്ടികളൊക്കെ ഉണ്ട്. വേറെ കുട്ടികളും. ഈ ലക്ഷ്മിക്ക് വല്ല ജോലി നാട്ടിലുണ്ടായിരുന്നോ? നാട്ടിലൊന്നുമില്ല. ഒരു ജോലി ജോലിയില്ല. കൂലിപ്പണിക്ക് പോകുമായിരുന്നു. കൂലിപ്പണിക്ക് പോയിരുന്നു. അങ്ങനെ ആരാ ഗൾഫിലേക്ക് കൊണ്ടുപോയത്? ഗൾഫിലേക്ക് പോയപ്പോ ഞങ്ങൾ അന്ന് നിലമ്പൂരായിരുന്നു. നിലമ്പൂരിലെ ആളാണ് കൊണ്ടുപോയത്. എത്ര രൂപ കൊടുത്ത്? ആദ്യം 26. പിന്നെ കൊടുത്തിട്ടില്ല. പിന്നെ അതിൽ 6 മാസം നിന്നിട്ട് ഇങ്ങോട്ട് വന്നു. നാട്ടിൽ വന്നു. പിന്നെ 2ാം പോയതാണ്. പോയിട്ട് 10 കൊല്ലമായി. 10 കൊല്ലമായി. അതിലൂടെ കാശൊക്കെ വന്നോ? കാശൊക്കെ 1000 രൂപ 2000 ഒക്കെ വന്നേ. ഇപ്പൊ അതുമില്ല. ആരെ വീട്ടിലെ ജോലി ചെയ്യണമെന്നൊന്നും അറിയില്ല. അറബിയുടെ വീട്ടിലാണെന്നൊന്നും അറിയില്ല. അതറിഞ്ഞോളൂ. വിളിക്കാറില്ലേ? വിളിക്കുന്നുണ്ട്. 6 കൊല്ലമായി ഇപ്പൊ വിളിച്ചിട്ട്. ഒരു കൊല്ലം മുമ്പൊക്കെ വിളിച്ചിരുന്നു അല്ലെ? എനിക്ക് തീരെ വിളിക്കും. മുന്നേ ഇടയ്ക്ക് വിളിക്കുന്നു. ഒരു കൊല്ലം പൈസ ഒക്കെ അപ്പൊ അയച്ചു തരും. ഇടയ്ക്കല്ല 1000. എന്താ വരാത്തത്? ആർക്കറിയാം. ഞാൻ ഇതിന് മുന്നേ ഒരുപാട് പറഞ്ഞതാ വരെ. അപ്പൊ അമ്മ വരാൻ വരാന്നാണ്. ഓണത്തിന്റെ അടുത്ത് പറയും ഞാൻ വിളിച്ചത് വരാം.
വീട്ടിൽ കഴിഞ്ഞാൽ പറയും ഓണത്തിന് വരാം എങ്ങനെ കളിപ്പിച്ച് 5-6 കൊല്ലം. അപ്പാണ് ഇങ്ങനെ ഇവനോ എന്തെങ്കിലും എത്രയല്ല പഠിക്കുന്നത്? ഞാൻ പഠിക്കുന്നില്ല, ബസ്സിലാ. ജോലി ചെയ്യാം. വരാൻ പറയുമ്പോ അങ്ങനെ ഓരോരോ കാരണങ്ങൾ പറഞ്ഞു പോവാണ്. അപ്പൊ നിങ്ങളെ നാട്ടുകാർ കുറെ ആളുകളൊക്കെ ഉണ്ടല്ലോ ഷാർജയിൽ, അവരോടൊന്നും പറഞ്ഞില്ല? എല്ലാരോടും പറഞ്ഞതാ. അപ്പൊ ഇങ്ങനെ കൊടുക്കാൻ പറഞ്ഞ അവര് പറഞ്ഞു അപ്പൊ പ്രവാസി ലോകത്ത് കൊടുക്കാൻ പറഞ്ഞു. ആര് പറഞ്ഞ്? ആയിട്ടുള്ള ആൾക്കാരല്ലോ. ശരി. അല്ല അവരെ നിരക്കിട്ട് നടക്കുകയാണെങ്കിൽ പണി എന്താ പറയുന്നത്? ലക്ഷ്മി പറയുന്നത് നാട്ടിലേക്ക് വരാൻ പറയുമ്പോ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു ഞാൻ വരാന്നല്ല പറയുന്നത്. പിന്നെ കാണുന്നില്ല വരുന്നത്. മോൻ പറഞ്ഞില്ലേ മോന് ജോലിയുണ്ട്, ഇനിയിപ്പോ അമ്മ കഷ്ടപ്പെടണ്ട, അമ്മ ഇങ്ങോട്ട് തിരിച്ചു വന്നാൽ മതി എന്ന് മോൻ പറഞ്ഞില്ലേ? അപ്പൊ എന്താ പറഞ്ഞേ? അപ്പൊ അമ്മ പറഞ്ഞു ഞാൻ കുറച്ചും കൂടി കേട്ടെ, 2 മാസം കേട്ടെ, 3 മാസം കേട്ടെ, അങ്ങനെ പറയുന്നത്. ഇത് ലക്ഷ്മിയുടെ ജ്യേഷ്ഠനാണ് സർ, ജ്യേഷ്ഠനും ജ്യേഷ്ഠന്റെ ഭാര്യയാണ്. നിങ്ങളൊന്ന് അന്വേഷിക്കാനും പറഞ്ഞു. ഞാന് ഇപ്പൊ ഓട് പോയിട്ട് 10 വർഷം ആകുന്നുണ്ട്. പിന്നെ ഈ അമ്മ ഈ പ്രായമായിട്ട് പിന്നെ നോക്കുന്നുണ്ട്. അപ്പൊ പിന്നെ അമ്മ ഓള് വിളിക്കുമ്പോൾ പറയും എല്ലാ കൊല്ലവും എനിക്ക് വിളിക്കില്ല, ഞാൻ കഴിഞ്ഞ കൊല്ലം TV കൊടുക്കാൻ നോക്കാം. ഓള് നെറ്റിന്ന് വിളിച്ചിട്ട് ഓണത്തിന് വരാം, വിഷുവിന് വരാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അപ്പൊ ഇവനൊരു മാനസികമായിട്ട് ഇങ്ങനെ നടക്കുന്ന വീട്ടില്. അമ്മേന്റെ കാലം കഴിഞ്ഞാൽ പിന്നെ അത് നോക്കാമല്ലോ, ഞങ്ങളിപ്പോ അത്ര ഞങ്ങൾക്ക് അങ്ങനെ ആയിട്ട് ഇവിടെ വരുന്നില്ല. ഉപയോഗിച്ചിട്ട് കുട്ടിക്ക് വേണ്ടി ജീവിക്കുന്നതാണെങ്കിൽ ഇത് ഇവിടെ വരണ്ടേ? അത് അതിന് വേണ്ടിയല്ലേ. അവൾക്ക് 5 വയസ്സോട്ട് ഒരു പുറകെ ഒന്നും ഉണ്ടാക്കിയില്ല. ഈ വിട്ടു പോയിട്ട് 100 ആയിരിക്കും അവന് പെയിന്റും തലും വാങ്ങി വേറൊരു ഇല്ല. പിന്നെ ഞങ്ങളെല്ലാം സ്ഥലം വിറ്റോളൊക്കെ പിന്നെ ഒരു വീടാക്കി. എന്റെ അച്ഛന്റെ വീട്ടിൽ ഒരു വീടുണ്ട്. ഓള് ഒരു 10 ലക്ഷം പൈസ ഞങ്ങൾ ചെലവാക്കിയിട്ടുണ്ട്. ഓളന്നെ അവള് പേരിലുണ്ട്. പിന്നെ അപ്പോൾ വന്ന് കിട്ടണം എന്നുള്ള കാരണം ഞാൻ അതങ്ങനെ ചെറിയ പ്രായത്തിൽ വളർത്തിയാണ്. ഇന്ന് കാണുന്നൊരു മോഹമുണ്ട്. അതാ അപ്പൊ ഇവനെങ്ങനെ പിന്നെ നശിച്ചു പോയില്ലേ, സങ്കടമുണ്ട്. ചാർജർ റോളൊക്കെ ഉള്ളോട്ട് കൊടുത്താലോ അങ്ങനെ ഞാൻ കേട്ട ഒരാളാണ് ഗൾഫിന്ന് മലയാളികൾ കൂടെ അല്ല, അറബിയുടെ കൂടെ അങ്ങനെ വേറൊരു ആളുടെ അങ്ങനെ ഒരു റോള അങ്ങനെയാണ്. അബിന്റെ കൂടെ അല്ല എന്നുള്ള അറബിയുടെ കൂടെ അല്ല, അങ്ങനെ എന്തോ ഇതിൽ പെട്ട് ഇപ്പോൾ വരുന്നില്ല. അത് ഞാൻ അങ്ങനെ ഒരാള് വിളിച്ചു പറഞ്ഞപ്പോ അങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു മനസ്സിലുണ്ട്. അതുകൊണ്ട് അത് വരാത്ത ലക്ഷ്മിക്ക് വരാൻ താല്പര്യമില്ലാത്തോണ്ട് വരുന്നില്ലെന്നാണോ? അതാണ് എന്റെ അതല്ലേ പുള്ളി പറഞ്ഞതെന്നുള്ള വ്യക്തമാവുന്ന. അതല്ലേ ഇവന് അമ്മന് കാണും വേണം, അമ്മയില്ലാതെ അവൻ ജീവിക്കൂല എന്നുള്ളൂ. പിന്നെ ഏതൊരു കുട്ടിക്ക് ആഗ്രഹം, 10 വർഷമല്ലേ അവൻ കണ്ടില്ല. ഞങ്ങൾക്ക് എന്തായാലും വരണം എന്നുള്ള ഞങ്ങൾക്ക്. ഇത് ലക്ഷ്മിയോട് മാത്രമുള്ള ഒരു അഭ്യർത്ഥനയാണ്. മനീഷിന് വേണ്ടിയിട്ട്, ലക്ഷ്മിയുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ടൊക്കെ. മറ്റുള്ളവരോട് പറയേണ്ട കാര്യമില്ലാത്തതുകൊണ്ടാണ് ലക്ഷ്മിയോട് തന്നെ നേരിട്ട് പറയുന്നത്. കാരണം ലക്ഷ്മിക്ക് പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ. ലക്ഷ്മി അപ്രത്യക്ഷമായിട്ടൊന്നുമില്ല. ലക്ഷ്മി ഷാർജയിലുണ്ട്, ജോലിയുണ്ട്. ഷാർജ ടൗണിന്റെ ഹൃദയഭാഗത്ത് തന്നെ ലക്ഷ്മിയുണ്ട്. അപ്പോ 29ാമത്തെ വയസ്സിൽ പോയത്. അപ്പോ 10 വർഷമായി ലക്ഷ്മി മനീഷിനെ കണ്ടിട്ട്. ഭർത്താവ് ഉപേക്ഷിച്ച് സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ജീവിതം ബുദ്ധിമുട്ട് തന്നെയായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷെ നിങ്ങളെ കിട്ടാവുന്ന പൈസ അല്ലെങ്കിൽ ജോലി ചെയ്ത് കിട്ടിയ പൈസയിൽ ഒരു ഭാഗമൊക്കെ നിങ്ങളെ മകൻ അയച്ചു കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ നിഷേധിക്കുന്നില്ല. ഇപ്പോ നിങ്ങളെ ആരും പിടിച്ചു വെച്ചിട്ടില്ല, നിങ്ങൾ വരാത്തതാണെന്നാണ് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് അത്ര വലിയ പ്രശ്നവുമില്ല നാട്ടിലേക്ക് വരാൻ. പ്രായപൂർത്തിയായ ഒരു മകനാണ് ആകെയുള്ള ഒരു പ്രശ്നം. അതവനവന്റെ വഴി നോക്കിക്കോളും. പക്ഷെ ലക്ഷ്മിയെ നാട്ടിലേക്ക് വരാൻ സമ്മതിക്കാത്ത എന്തോ പ്രശ്നങ്ങളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണെന്ന് എനിക്കറിയില്ല. ലക്ഷ്മിയെ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മുറിച്ച് നാട്ടിലേക്ക് വരാൻ ശ്രമിക്കണം. നാട്ടിൽ വന്നതിന് ശേഷം നമുക്ക് ആലോചിക്കാം. ഇപ്പോൾ നമ്മളീ കാണുന്ന ഒരു ജീവിതമല്ല ഭാവിയിലുണ്ടാവാൻ പോകുന്നത്. ഇപ്പോ കുറെ കൂടി ചെറുപ്പമാണ്, അതിന്റെ ഒക്കെ ഒരു ഉത്സാഹവും ഇതുമൊക്കെ ഉണ്ടാവും, ജോലി ചെയ്യാനൊക്കെ ഉള്ള സാധ്യതകളൊക്കെ ഉണ്ടാവും. ഇത് കഴിഞ്ഞു വരുന്ന ഒരു കാലം ഉണ്ടാവുമ്പോൾ ഈ മകന്റെ അടുത്തേക്ക് തന്നെയാണ് തിരിച്ചു വരേണ്ടത്, നാട്ടിലേക്ക് തന്നെയാണ് ലക്ഷ്മി തിരിച്ചു വരേണ്ടത്. അപ്പൊ തീർച്ചയായിട്ടും വന്ന് മകനെ കണ്ട് കുടുംബമൊക്കെ ആയിട്ട് നിന്നാ നോക്കി വേണമെങ്കിൽ വീണ്ടും പോവാം. ഒക്കെ ഇപ്പോൾ ഓരോ അവസരത്തിനനുസരിച്ച്. എന്തായാലും ഒന്ന് വരുന്നതല്ല, നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടാവും. നിങ്ങൾക്ക് ലോകത്തെക്കുറിച്ച്, നമ്മൾ ജീവിക്കുന്ന പരിസരത്തെക്കുറിച്ച്
അപ്പോൾ മാനസികമായൊരു മാറ്റം ഉണ്ടാവേണ്ടത് ലക്ഷ്മിയിൽ തന്നെയാണ്. തീർച്ചയായിട്ടും ഞങ്ങളെ പ്രവർത്തകർ നിങ്ങളൊക്കെ ഒന്ന് കാണുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും എനിക്കില്ല. കാരണം ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ ആളുകൾ നിങ്ങളെ വന്ന് ഒന്ന് ഉപദേശിക്കാൻ ശ്രമിക്കും, തീർച്ചയായിട്ടും. പക്ഷെ ഇതിൽ ഉപദേശിക്കേണ്ട കാര്യമൊന്നുമില്ലാതെ എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് നേരിട്ട് ചെയ്ത് പരിഹരിക്കാവുന്ന പ്രശ്നമുള്ളൂ. അപ്പൊ ലക്ഷ്മി മകനെ വിചാരിച്ച്, അമ്മയെ വിചാരിച്ച്, നാട്ടുകാരെ വിചാരിച്ചിട്ടൊക്കെ ഒന്ന് വളരുക. ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, ബുദ്ധിമുട്ടൊക്കെ തീരും, പുതിയൊരു ജീവിതം ഉണ്ടാവും. എല്ലാരും ചോദിച്ചു മടുത്ത്. മനസ്സിലായി മനീഷ, എനിക്ക് മനസ്സിലായി. മനീഷിന്റെ ഒരു സങ്കടം അമ്മയ്ക്ക് മനസ്സിലാവാനാണ് ഇപ്പോ മനീഷ് വന്നിട്ടുള്ളതെന്ന് മനസ്സിലായി. മനീഷിനെ പോലുള്ള ഒരു കുട്ടി ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ അമ്മയെ ഓർക്കുന്നു, ആളുകൾ ചോദിക്കുന്നു. അപ്പൊ ലക്ഷ്മി വരിക, അതാണ് എനിക്ക് പറയാനുള്ളത്. അമ്മ ഇത് കണ്ടിട്ട് കാണുകയാണെങ്കിൽ എന്തായാലും വരണം, അയാൾ പറയാം. അമ്മ നാട്ടിലേക്ക് വരണം. എന്തായാലും വന്നാ മതി, കണ്ടാലും കണ്ടു.